ഒന്നാമത്തത് ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ. എൻ്റർപ്രണേഴ്സ് ഓർ ഫേംസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്, ദേ ജനറേറ്റ് വെൽത്ത്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, പേ ടാക്സസ് ടു ദി ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്നു, ആൻഡ് ദെയർ ബൈ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും വികസനത്തിലും ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുകയും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വരെ കാരണമാകുന്നുണ്ട്. രണ്ടാമത്തത് ഹൗസ് ഹോൾഡ് അഥവാ കുടുംബങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് കുടുംബങ്ങൾ അഥവാ ജനങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലില്ല, ആ രാജ്യം നിലനിൽപ്പില്ല എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ദി സെക്കൻഡ് മേജർ സെക്ടർ ഓഫ് ആൻ എക്കോണമി ദ ഹൗസ് ഹോൾഡ് സെക്ടർ ഓർ ഫാമിലി. കുടുംബങ്ങളിൽ എന്താണ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഹൗസ് ഹോൾഡ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂസ് കൺസെപ്ഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ ജോയിൻ്റ്ലി. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ഒരു കൂട്ടമായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യും, അവർ ഒന്നിച്ച് നിൽക്കുകയും അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമാകും, അവർ നിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ചോദനത്തെ അവിടുത്തെ ഗാർഹിക ഉപഭോഗ ചോദനം കുടുംബങ്ങളാണ് സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ നികുതികൾ കൊടുക്കുന്നു, ഉപഭോഗ ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നു, കുടുംബങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു, വേതനമായോ ശമ്പളമായോ ആകാം. അവർ തൊഴിലെടുക്കുകയും അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സാധന സേവനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് കാരണമാകുകയാണെന്നാണ് പറഞ്ഞത്. ദ മേജർ കോമ്പണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അവരെല്ലാവരും കൂടി മൊത്തം ചോദന ഉളവാക്കുകയാണ്. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഏൺ ഇൻകം കുടുംബങ്ങൾ പണം സമ്പാദിക്കേണ്ടത്, അതുപോലെ അതിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, നികുതി കൊടുക്കുന്നുണ്ട്, പേ ടാക്സസ്, സേവ് ആൻഡ് സ്പെൻഡ് മണി ഓൺ കൺസപ്ഷൻ, അവരുടെ ആവശ്യങ്ങൾക്ക് ഉപഭോഗത്തിന് വേണ്ടി പണം ഉപയോഗിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് റിസീവ്സ് ഇൻകം ആസ് എ വേജസ് ആസ് സാലറീസ്, ഹൗസ് ഹോൾഡിൽ കുടുംബങ്ങൾ പണം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് കൂലിയായിട്ടോ അല്ലെങ്കിൽ വരുമാനമായിട്ടോ ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ്, കുടുംബങ്ങൾ എങ്ങനെ രാജ്യത്തിൻ്റെ വികസനത്തെയും വളർച്ചയും സ്വാധീനിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഗവൺമെൻറ് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുക. ഗവൺമെൻറ് ദ അതർ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഈസ് ദ സ്റ്റേറ്റ് ഓർ ദ ഗവൺമെൻറ്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് നേരിട്ട് ഒരിക്കലും അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നില്ല, അതിൽ നേരിട്ട് ഇടപെടുന്നില്ല. ബട്ട് പ്ലേസ് എ റെഗുലേറ്ററി റോള്, എന്നാൽ നിയന്ത്രണാത്മകമായിട്ടുള്ള ഒരു പങ്കുല് വഹിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് എൻഫോഴ്സ് ദം, ഗവൺമെൻറ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് റോൾ സ്റ്റേറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ അവരെന്താണ് ആ രാജ്യത്തിന് സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടൊരു പങ്കാണ് സാമൂഹിക സാമ്പത്തികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അവർ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേരിട്ട് ഇടപെടുന്നില്ല, എന്നാൽ അവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാവരും നിയന്ത്രിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് സെക്ടറാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യും? അവിടെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള വികസനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ ബാഹ്യമേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ. അപ്പം ഇന്നത്തെ കാലത്ത് കാണുന്ന ഈ മോഡേൺ എക്കോണമി അല്ലെങ്കിൽ ആധുനിക സമ്പദ് വ്യവസ്ഥകളെല്ലാം തന്നെ പ്രധാനമായിട്ടും ഒരു ഓപ്പൺ എക്കോണമി സിസ്റ്റമാണ്. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ബന്ധത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് എക്കോണമി, രണ്ടാമത് ഓപ്പൺ എക്കോണമി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്, ഓപ്പൺ എക്കോണമി, ക്ലോസ്ഡ് എക്കോണമി. ഇത് പ്രധാനമായിട്ടും അവിടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും സ്വാധീനിക്കുകയാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതിയാണ്, എന്നാൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഓപ്പൺ എക്കോണമിയിൽ അവിടെ എക്സ്പോർട്ട് ഉണ്ടായിരിക്കും, ഇമ്പോർട്ട് ഉണ്ടായിരിക്കും, കയറ്റുമതി ഇറക്കുമതി ഉണ്ടായിരിക്കും. എന്നാൽ ക്ലോസ്ഡ് എക്കോണമിയിൽ എന്തുണ്ടാവില്ല? ഒരിക്കലും കയറ്റുമതി ഉണ്ടാവില്ല, ഇറക്കുമതി ഉണ്ടാവില്ല. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അവിടെ തന്നെ അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എക്സാമിന് 2 മാർക്കും ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്, ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി, അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ എക്കോണമി എന്ന് ചോദിക്കാറുണ്ട്. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ്
ഒരു രാജ്യം വിവിധ രാജ്യങ്ങളുമായിട്ട് എല്ലാവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയും. എന്നാൽ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ വ്യാപാര ബന്ധത്തിലും ഏർപ്പെടുന്നില്ല.